ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്ത് മുറിക്ക് വേണ്ടി സംസാരിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വർഷേ ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവത്തില്ല, അടുത്ത ആഴ്ച നിങ്ങളുടെ ടേൺ അല്ലേ, അപ്പോൾ മനസ്സിലാകും ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ചേച്ചി ഇത്ര സില്ലി കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ? നെക്സ്റ്റ് ആഴ്ച ഞങ്ങളുടെ ടേൺ അല്ലേ, അപ്പോൾ ഞാൻ ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ഞാൻ ശ്രീകാന്തിനെയും കൂട്ടി നേരെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടുവേ. ശ്രീകാന്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വർഷേ നീ എന്താണ് ഈ പറയുന്നത്? പിന്നെ ഒരാഴ്ച എ സി ഇല്ലാതെയൊന്നും എനിക്കിങ്ങനെ ഹോളിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, എനിക്ക് എ സി വേണം, അതുകൊണ്ട് ഞാൻ ആ ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്, നമുക്ക് ഒരാഴ്ച പോയി വീട്ടിൽ നിൽക്കാം ശ്രീകാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോകുവാണ്. ശ്രീകാന്തും ചന്ദ്രയ്ക്കും രവിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ചന്ദ്ര വർഷയുടെ പുറകേലോടിയിട്ട് വർഷ നിൽക്കും മോളെ, റൂമില്ലെന്ന് പറഞ്ഞ് മോളുടെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങളെപ്പറ്റി എന്താലോചിക്കും? എടാ ശ്രീകാന്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ, നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അമ്മേ ഈ കാര്യം ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്, എന്നോട് ഇവളിതൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും സ്തുതി പറയുന്നുണ്ട്, വർഷ പറഞ്ഞതാ ശരി, നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തിനാ ഈ ഹോളിൽ വന്ന് കിടക്കേണ്ട കാര്യം ഇരിക്കുന്നത്? മര്യാദക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുറി തന്നോ, അല്ലെങ്കിൽ വർഷ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ഞങ്ങൾ വല്ല ഹോട്ടൽ മുറിയിലും പോയി മുറിയെടുത്ത് താമസിച്ചോളാം, എന്നാലും ഈ ഹോളിൽ കിടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ലാന്ന് ശ്രുതി പറയുവാണേ. ശ്രുതി പോണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ഞെട്ടിപ്പോകുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ, ഇവർ കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ വീട് വിട്ട് പോകും എന്നാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, പോകുന്നവരൊക്കെ പോട്ടെ, ഞങ്ങൾ ഇത്ര നാൾ ഹോളിലല്ലേ കിടന്നത്, അപ്പോൾ ആർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നോ? ഇതിപ്പോൾ ഒരു ദിവസമല്ലേ ഇവർ പുറത്ത് കിടന്നുള്ളൂ, അപ്പത്തേക്കും ഇവർക്കിത് പറ്റുന്നില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങൾ എത്ര ദിവസം കിടന്നു എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, റൂമില്ലാത്തതൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ രേവതിക്ക് നല്ല സുഖമില്ല, എന്നിട്ട് പോലും ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു വെച്ചാൽ, കുറച്ച് നേരം അവൾ ആ മുറിയിൽ പോയി കിടന്നതിനല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, രേവതിക്ക് ഇന്ന് സുഖമില്ല, രേവതി നീ ഒരു കാര്യം ചെയ്, നീ ഇന്ന് ചന്ദ്രയുടെ കൂടെ ഞങ്ങളുടെ മുറിയിൽ കിടന്നു എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ചന്ദ്രയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളാണല്ലോ രേവതി, ആ രേവതിയെ പിടിച്ച് തൻ്റെ മുറിയിൽ തൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞപ്പോഴേക്കും ചന്ദ്ര അങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. രവീന്ദ്രൻ ഉറച്ച തീരുമാനമെടുത്ത രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്ര അപ്പം പറയും, അതൊന്നും ശരിയാകൂല, അപ്പം നിങ്ങൾ എവിടെ പോയി കിടക്കുമെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും സച്ചിയും കൂടി ശ്രുതിയുടെ മുറിയിൽ കിടക്കാം എന്ന് പറയുവാണേ. അപ്പോൾ അത് ശ്രുതിക്കും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അച്ഛാ ഞങ്ങളെങ്ങനെ ഹോളിൽ പോയി കിടക്കുക വെച്ചാൽ എനിക്ക് നല്ലോണം ഉറങ്ങണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുവേ, നീയും അന്ന് ഞങ്ങളുടെ കൂടെ കിടന്നോ, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുവാണേ ശ്രുതിയെ. അപ്പോൾ ശ്രുതി പറയും, ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ശ്രുതി എവിടെ പോയി കിടക്കും, ശ്രുതി ചന്ദ്രയുടെ കൂടെ പോയി കിടക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിയും വീണ്ടും ഇങ്ങനെ ഞെട്ടുവാണ്. ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അച്ഛാ ശ്രുതി ഇല്ലാതെ എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ ചന്ദ്ര പറയും, പോടാ ശ്രുതി, നീ ഇന്ന് എൻ്റെ കൂടെ കിടക്കുമെന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ച് മുറിയിലോട്ട് പോകുവാണേ ചന്ദ്ര. അങ്ങനെ ആ പ്രശ്നത്തിന് അന്നത്തെ ദിവസം ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് രവീന്ദ്രൻ. എന്നിട്ട് രേവതി മരുന്നൊക്കെ കഴിച്ചിട്ട് ചന്ദ്രയുടെ മുറിയിലോട്ട് പോകുവാണ്, പായൊക്കെ എടുത്തോണ്ടും പോകുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര നല്ല ദേഷ്യത്തിലാണ്, അത് നീ പറഞ്ഞു തരണ്ട, ഉറങ്ങാനൊക്കെ എനിക്കറിയാം, എല്ലാം എൻ്റെ തലയെഴുത്ത്, ഒരു ഗതി ഇല്ലാത്തവരുടെ കൂടെയൊക്കെ ഉറങ്ങേണ്ടി വരുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം എൻ്റെ തലയെഴുത്തെന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ രേവതിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പം രേവതി തറയിൽ പാവിരിച്ചിട്ട് പറയും, ഞാൻ കട്ടിലൊന്നും കിടക്കുന്നില്ല, എനിക്ക് തറയിൽ പാവിരിച്ച് കിടന്ന ശീലം, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ തറയിൽ പായും വിരിച്ച് കിടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ മുറിയാണ്, അവിടെ സച്ചിയും പാവിരിക്കുന്നുണ്ട് തറയിൽ. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ സച്ചി നീ എന്തിനാ താഴെ കിടക്കുന്നത്, നമുക്ക് ഈ കട്ടിലിൽ കിടക്കാമല്ലോ 3 പേർക്കും കൂടി എന്ന് പറയുമ്പോൾ സുധി പറയും, അയ്യോ അച്ഛ അതൊന്നും ശരിയാവത്തില്ല, 3 പേരും കൂടി എന്തിനാ തിങ്ങിക്കിടക്കുന്ന, കംഫർട്ടായിട്ടൊന്നും ഉറങ്ങാൻ പോലും സാധിക്കില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അച്ഛൻ അവിടെ ഫ്രീ ആയിട്ട് കിടന്നോ, ഞാൻ ഇവിടെ കിടന്നോളാം, അച്ഛൻ സുഖമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, ഇല്ലടാ എന്നാൽ പിന്നെ ഞാൻ തറയിൽ കിടക്കാം, നീ മോളിൽ കിടക്കുമെന്ന് പറയും. സച്ചി പറയുന്നുണ്ട്, ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും അച്ഛാ, അച്ഛൻ ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങും, എനിക്കിതൊക്കെ ശീലമായി എന്ന് പറഞ്ഞിട്ട് സച്ചി തറയിൽ കിടക്കുവാണേ. സുധി അപ്പം രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കൂർക്കം വലിക്കത്തൊന്നുമില്ലല്ലോ രാത്രി? അപ്പോൾ രവീന്ദ്രൻ പറയും, അതെന്താടാ, അല്ല ചെറുപ്പത്തിലൊക്കെ അച്ഛന് നല്ല കൂർക്കം വലിയായിരുന്നില്ലേ, അത് ഒച്ച കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഉറക്കം വരില്ല, അതുകൊണ്ടാണ് ഞാൻ പണ്ട് തൊട്ടേ അച്ഛൻ്റെ കൂടെ കിടക്കാതിരുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എടാ അച്ഛൻ നിന്നെ പോലെ പാർക്കിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നല്ല വരുന്നുണ്ടായിരുന്നത്, നല്ലോണം അധ്വാനിച്ച് വരുന്നുണ്ടായിരുന്ന മനുഷ്യനാണ്, നിനക്ക് വേണ്ടി നീ പഠിച്ച 4 ഡിഗ്രിയില്ലേ, അതൊക്കെ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഉള്ള പൈസയും കൊണ്ടാണ് നിന്നെ പഠിപ്പിച്ചത്,
അപ്പോൾ പിന്നെ അവർ രാത്രി ഉറങ്ങുമ്പോൾ കൂർക്കം വലിച്ചെന്നൊക്കെ ഇരിക്കും. അച്ഛ സുഖമായിട്ട് ഉറങ്ങിക്കോ, അച്ഛൻ എന്തിനാ അവൻ്റെ വാക്കൊക്കെ കേൾക്കുന്നതെന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, നീ പേടിക്കണ്ട, ഞാൻ കിടക്കുന്ന സമയത്ത് എങ്ങാനും കൂർക്കം വലിക്കണമെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ എന്നെ ഒന്ന് പയ്യെ തട്ടിയാൽ മതി, ഞാൻ സൈഡ് തിരിഞ്ഞ് കിടന്നോളാം, അപ്പം എൻ്റെ കൂർക്കം വലി പോകുമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അവൻ്റെ വർത്താനം കേൾക്കുന്ന, അച്ഛൻ ഇഷ്ടമുള്ള രീതിയിൽ കിടക്കുക, അവൻ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറങ്ങട്ടെ എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി കിടക്കുവാണ്. അപ്പോൾ സച്ചിക്ക് സുധി ഇങ്ങനെ ഉറങ്ങണം കണ്ടിട്ട് സച്ചിക്ക് അവനെ ശല്യപ്പെടുത്താൻ തോന്നിക്കൊണ്ടിരിക്കുവാണ്. സച്ചി എഴുന്നേറ്റിട്ട് രവീന്ദ്രനോട് പഴയ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുവാണ്. പണ്ട് ഇടിവെട്ടും മഴയുള്ള സമയത്തൊക്കെ ഈ സുധി ഉറങ്ങാറേ ഇല്ലായിരുന്നു, കണ്ണും മിഴിച്ച് കിടക്കുമായിരുന്നല്ലേ. അപ്പോൾ സുധി പറയും, അതൊക്കെ നിന്നോട് ഇപ്പം ആരെങ്കിലും ചോദിച്ചോടാ, പഴയ ഓർമ്മകളൊക്കെ അവൻ അയവിറക്കുന്നു, മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്കടാ. അപ്പോൾ സച്ചി പറയും, ആ ടൈമിലൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഹോളിൽ കിടക്കുമായിരുന്നില്ലേ, അപ്പോൾ അച്ഛൻ നല്ല കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ രവീന്ദ്രൻ പറയും, ആ സമയത്ത് തോന്നിയ കഥകളൊക്കെ അങ്ങോട്ട് പറയും, അതുപോലൊരു കഥ പറയച്ചാന്ന് പറയുവാണ് സച്ചി. അപ്പോൾ സുധിക്ക് വീണ്ടും ദേഷ്യം വരും. എടാ, കഥ കേൾക്കാനുള്ള സമയമാണ് ഇത്, എനിക്ക് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകേണ്ടതാ, എൻ്റെ ബിസിനസ് മൈൻഡാണ്, എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഒരു കഥ പറ, കഥ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഉറക്കം വരും, അച്ഛൻ പറ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുവാണ്, എനിക്കിപ്പോൾ കഥകളൊന്നും ഓർമ്മയില്ലടാ, വേണമെങ്കിൽ നീ ഒരു കഥ പറ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുവാണ്, എന്ത് കഥ പറയും. എന്നിട്ട് സച്ചി ഇങ്ങനെ ഒച്ചത്തിൽ ചാടി എഴുന്നിട്ട് പറയും, ഒരു കഥ കിട്ടി, എല്ലാവർക്കും അറിയാവുന്നൊരു കഥ പറയാമെന്ന് പറയുമ്പോൾ സുധി പറയും, എടാ സച്ചി, ഞാനൊന്ന് ഉറങ്ങട്ടെ, നീ കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും, നിക്കടാ, നിനക്കൊക്കെ പറ്റിയ, നിന്നെപ്പോലുള്ളവർക്ക് പറ്റിയൊരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്, അച്ഛൻ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് അച്ഛൻ പറയും, ആടാ ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറ. ഒരു ഗ്രാമത്തിൽ ഒരു നല്ലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, നല്ല തങ്കപ്പെട്ട മനസ്സാണ് ആ മുത്തശ്ശിക്ക്, അച്ഛനെ പോലെ എന്ന് പറയുവാണ്. ആ മുത്തശ്ശി നന്നായിട്ട് വടയുണ്ടാക്കും, നല്ല സ്പെഷ്യൽ വട. അപ്പോൾ അപ്പോൾ സുധി പറയുന്നുണ്ട്, സ്പെഷ്യൽ വടയോ, അതാണോ മുത്തശ്ശിയുടെ പണി? അത്രക്കും ഒരു 27 ലക്ഷം രൂപ വരെ വില വരുന്നൊരു വടയാണ് മുത്തശ്ശി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സുധി പറയും, 27 ലക്ഷം വില വരുന്ന വടയോ, അതെന്തോ വടയാ, ഒന്നും പോടാ സച്ചി, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുവാണേ. രവീന്ദ്രൻ ഉറക്കം വന്നിങ്ങനെ കണ്ണുകൂട്ടി കിടക്കുമ്പോഴും സച്ചി ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് കഥ പറയുവാണേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ മുത്തശ്ശി ഉണ്ടാക്കിയ ആ വട ഒരു കാക്ക വന്ന് തട്ടിക്കൊണ്ടും പോകുവാണ്. അപ്പോൾ സുധി ഇങ്ങനെ നോക്കുകയെ, സുധിക്ക് മനസ്സിലായി ഇത് സുധിക്ക് എതിരെയുള്ളൊരു കഥയാണെന്ന്. അപ്പോൾ സച്ചി പറയും, നിന്നെ പോലുള്ളൊരു കാക്കയായിരുന്നു, അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ മുത്തശ്ശി ഉണ്ടാക്കിയ വടയാണ് ആ കാക്ക ഒരു നിമിഷം കൊണ്ട് എടുത്തോണ്ടും പോയെന്ന് പറയുമ്പോൾ സുധി പറയും, ഇവൻ നോക്കിയേ, ഉറങ്ങാണ്ട് പല കഥകളും ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് സുധി ചോദിക്കുന്നുണ്ടേ. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ സച്ചി, നീ ഒന്ന് കിടന്നുറങ്ങ്, ഉറക്കം വരുവാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇതൊന്ന് കേക്ക്, കഥ ഫുള്ളും കേക്ക്, സൂപ്പർ കഥയാ. അപ്പോൾ ആ മുത്തശ്ശി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വടയല്ലേ, അത് തട്ടിക്കൊണ്ടുപോയാൽ ദൈവത്തിന് പോലും പിടിക്കത്തില്ല. അപ്പോൾ ദൈവം ആ കാക്കക്കിട്ടൊരു പണി കൊടുക്കുവാണ്, ആ കാക്കയുടെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ അയക്കുവാണ്. അപ്പോൾ പെണ്ണല്ല, ഒരു കുറുക്കനെ അയക്കുവാണ്. ആ കുറുക്കനാണെങ്കിൽ കാക്കയെക്കാളും കുറുക്ക് ബുദ്ധിയുള്ളവനാ. ആ കുറുക്കൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കാക്കയോട് ആ കാക്കേനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, നല്ല കേടി കുറുക്കനാണ് അതെന്നൊക്കെ പറയുവാണേ. ആ കുറുക്കനായിട്ട് സച്ചി പറയുന്നത് നമ്മുടെ നീലിമയാണ്. സുധിക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പറയും, ആ കുറുക്കൻ എപ്പോൾ നോക്കിയാലും ഈ കാക്ക ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും, നല്ല ബുദ്ധിശാലി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ കാക്ക ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. കാക്കയാണെങ്കിലും അതൊക്കെ കേട്ട് ഇങ്ങനെ പൊങ്ങി പോകുമായിരുന്നു. കുറുക്കനെ വിശ്വസിച്ചിട്ട് ഈ കാക്ക ഒരു ദിവസം കാക്ക എന്ന് പറയും. അപ്പോഴേക്കും ഈ കുറുക്കൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ കാക്കയുടെ വായിലിരുന്ന 27 ലക്ഷവും കൊണ്ട് അങ്ങോട്ട് കാനഡയിലോട്ട്, 27 ലക്ഷമല്ല, ആ വടയും കൊണ്ട് നേരെ കാനഡയിലോട്ട് പോകുവാണ്. എടാ, കാനഡയിലോട്ട് തന്നെയല്ലേ ആ കുറുക്കൻ പോയതെന്ന് ചോദിക്കുവാണേ. സുധിക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. സുധി പറയുന്നുണ്ട്, ഇത് കേട്ടില്ലേ ഇവൻ പറയുന്നത്? സച്ചി പറയും, ഞാൻ കാക്കയെ പറ്റിയാടാ പറയുന്നത്, ആ കുറുക്കനെ വിശ്വസിച്ച ആ ബുദ്ധിശാലിയായ കാക്കയിൽ എളുപ്പത്തിൽ പറ്റിക്കപ്പെട്ടു. എങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കും? ആ നല്ലവനായ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്തോണ്ട് പോയി 27 ലക്ഷമല്ലേ, അതാ ആ കുറുക്കൻ ഈസി ആയിട്ട് എടുത്തോണ്ടും പോയി എന്ന് പറയുവാണ്. സുധി അപ്പം രവീന്ദ്രനോട് പറയും, എനിക്ക് നാളെ പണിക്ക് പോകാനുള്ളതാ, കിടന്നുറങ്ങാൻ പറയാമെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, എടാ സച്ചി, കിടന്നുറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പിടിച്ചു കിടത്തി ഉറക്കുവാണേ. എന്നിട്ട് വീണ്ടും എല്ലാവരും സുധിയും രവീന്ദ്രനും കൂടി ഉറങ്ങുമ്പോഴേക്കും സച്ചിക്ക് ഉറക്കം വരുന്നില്ല. സച്ചിക്ക് ഈ സുധിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണല്ലോ, വേണമല്ലോ. അപ്പോൾ സച്ചി എളുപ്പം ചാടി എഴുന്നേറ്റ്, ഞാൻ വേറൊരു കഥ പറയാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും സുധി വീണ്ടും ഞെട്ടുവാണേ. ഇവൻ കാരണം മനുഷ്യന് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള വിചാരമാണ് സുധിക്ക്.
രവീന്ദ്രൻ പറയും, നീ പോയി കിടന്ന് ഉറങ്ങട സച്ചി, എനിക്കും ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് വീണ്ടും കിടത്തും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ വേണമെങ്കിൽ ശബ്ദമില്ലാതെ ഒരു കഥ പറഞ്ഞു തരാം, അധികം സൗണ്ടൊന്നും ഇല്ലാതെ. അഹങ്കാരം പിടിച്ച ഒരു മുയലിൻ്റെ കഥയാണ് അച്ഛാ, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കഥ പയ്യെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. പയ്യാണെങ്കിലും ശ്രുതിക്ക് ആ സൗണ്ട് കേട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുവാണ്. അതും പോരാനിട്ട് രവീന്ദ്രൻ നല്ല ഉറക്കമാണ് സച്ചിയുടെ കഥയൊക്കെ കേട്ടിട്ട്. അതൊന്നും രവീന്ദ്രൻ കേൾക്കുന്നൊന്നുമില്ല. രവീന്ദ്രൻ ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുവാണ്. ശ്രുതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ശ്രുതിക്ക് അതും കൂടി ആയപ്പോഴേക്കും പൂർത്തിയായി. ശ്രുതി തിരിഞ്ഞും മറിഞ്ഞും തലോണ വെച്ച് ചെവി അമർത്തി നോക്കി, എന്നിട്ടൊന്നും സൗണ്ടിന് ഒരു കുറവുമില്ല. ശ്രുതിക്ക് ലാസ്റ്റ് ദേഷ്യം വന്ന് ശ്രുതി ആ മുറിയിൽ നിന്നും ഇറങ്ങി പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതി ഭക്ഷണമൊക്കെ കഴിച്ച് മുറിയിലോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആ മോളെ വാ വന്ന് കിടക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റിക്ക് ഫ്രീ ആയിട്ട് കിടക്കണമെങ്കിൽ പറ, ഞാൻ തറയിൽ ഇവിടെ താഴെ കിടന്നോളാം എന്ന് പറയുമ്പോഴേക്കും, അയ്യോ വേണ്ട, മോൾ എൻ്റെ കൂടെ തന്നെ കിടന്നോ, നീ പോയി താഴെ കിടന്നാൽ താഴെ കിടക്കുന്നവരൊക്കെ മോളെ വന്ന് കിടക്കും എന്ന് പറയുവാണേ. അത് രേവതിനെ ഉദ്ദേശിച്ച് പറയുവാണേ. അപ്പോൾ അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല ഇവളെ കൊണ്ടുവന്ന് ഈ മുറി കിടത്താൻ. ഞാനും പേടിച്ചു, ഇവളെങ്ങാനും എൻ്റെ അടുത്ത് വന്ന് കിടക്കുമെന്നു. ഏതായാലും അത് നടന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അപ്പോൾ ആൻറ്റിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ മുറിയിൽ. അയ്യോ മോളെ ഞാൻ സ്നേഹം കൊണ്ട് വിളിച്ചതാന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയെ പതപ്പിക്കുവാണേ. ഈ താഴെ കിടക്കുന്നവളെ പോലെയുള്ളവളെയൊക്കെ എൻ്റെ കൂടെ കിടത്തിയാ പിന്നെ അവളെൻ്റെ തലേ കയറി ഇരിക്കും എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ കുത്തി വിഷമിപ്പിക്കുവാണ് രേവതിയെ. പാവ രേവതി ഇതൊക്കെ കേട്ട് താഴെ കിടക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ശ്രുതി കിടക്കാൻ പോകുവാണ് ചന്ദ്രയുടെ കൂടെ. പിന്നെ നോക്കുമ്പോഴേക്കും ചന്ദ്രയും 3 പേരും കൂടി നല്ല ഉറക്കമാണ്, ചന്ദ്രയും ശ്രുതിയും രേവതിയൊക്കെ. അപ്പോൾ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണ്. കാരണം ചന്ദ്ര നല്ലോണം കൂർക്കം വലിക്കുന്നുണ്ട്. അതും ഭയങ്കര ഉച്ചത്തിലാണ് ചന്ദ്രയുടെ കൂർക്കം വലി. ശ്രുതിക്ക് ആദ്യം മനസ്സിലാവില്ല. ശ്രുതി ഉറക്കത്തിലിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഈ സമയത്ത് ആരാ മോട്ടർ അടിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചന്ദ്രയാണ് കൂർക്കം വലിക്കുന്നത്. ശ്രുതി ഇത് കേട്ട് ഇങ്ങനെ ഞെട്ടും. ഈ ആൻറ്റി എന്താ ഇങ്ങനെ കിടന്ന് കൂർക്കം വലിക്കുന്നത്, ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞ് തട്ടി വിളിക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര കട്ടിൽ കണ്ട പിന്നെ എഴുന്നേക്കത്തില്ല എന്ന് തോന്നുന്നു. ശ്രുതി ഒറ്റ തട്ട് തട്ടിയിട്ട് അങ്ങനെ തന്നെ കിടക്കുവാണ്. വീണ്ടും കൂർക്കം വലിച്ചിട്ട് രേവതി ഇതൊന്നും അറിയുന്നില്ല. രേവതി ക്ഷീണം കൊണ്ട് അങ്ങനെ നല്ലോണം ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രുതി കുറേയൊക്കെ ചെയ്ത് നോക്കും, ചന്ദ്ര ഒരു തരത്തിലും എഴുന്നേക്കുന്നില്ല, ഇങ്ങനെ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.